നിന്റെ അന്ത്യം കുറിക്കാൻ വിധിക്കപ്പെട്ടത് ഈ തമ്മിലാണ്. വീരശൂരന്മാരായ സകല ദേവതകളെയും ചൂണ്ടുവിരലിൽ മുന്നിൽ നിർത്താൻ തക്ക ശക്തിയും സിദ്ധിയും ബുദ്ധിയുമുള്ള സഹസ്രമുഖ രാവണൻ. ഇവിടെയവൾ ദശമുഖ രാവണന്റെ മൃത്യുവിന് കാരണക്കാരിയായ ആ സീത എവിടെയാണവൾ? ആരാണ് നീ? നീ തേടുന്ന സീത അത് നാമാണ്. നീയാണോ സീത? നിന്നെയാണോ നമ്മുടെ അനുജൻ മോഹിച്ചത്? സ്ത്രീനാമം സർവ അശുഭനാം ക്ഷേത്രം നജ സ്ത്രീനാം പുരുഷ പരീക്ഷ. ഹേ സഹസ്രമുഖ, സ്ത്രീത്വത്തെ അപമാനിച്ച് നിന്റെ അനുജൻ രാവണന്റെ അവസ്ഥ നിനക്കറിയില്ലേ? അതിനേക്കാൾ ഭീകരമായിരിക്കും നിന്റെ അവസ്ഥ. പെണ്ണൊരുമിട്ടാൽ സാക്ഷാൽ ബ്രഹ്മന് പോലും തടുക്കാൻ കഴിയില്ലെന്ന് അറിയുമോ നിനക്ക്? ഓഹോ, എന്നാൽ നിന്റെ പതി രാമന്റെ അവസ്ഥയേക്കാൾ ഭയാനകമായിരിക്കും നിനക്ക്. ജന്മസിദ്ധമായി ലഭിച്ച ശക്തി കൊണ്ട് നാം നേടിയെടുത്തതാണ് ഈ സാമ്രാജ്യം. ശത്രുവിന്റെ വിഗ്രഹത്തിനായി ഒരു വരദാതാവിന്റെ വനോളം നമുക്ക് ആവശ്യമില്ല. കാരണം വരശക്തിക്ക് നാം ആരുടെയും മുന്നിൽ തപസ്സിരുന്നിട്ടില്ല. സ്ത്രീ എന്ന പരിഗണനയില്ലാതെ തന്നെ നിന്നെ വെട്ടി നുറുക്കി ഈ പുഷ്കര ദ്വീപിലെ കരിങ്കടലിൽ വലിച്ചെറിയുന്ന അത് നിന്റെ താഴ്മോഹമാണ്. ഭഗവാൻ പുരുഷോത്തമന്റെ അംശാവതാരമായ ശ്രീരാമൻ മൃത്യുവിന് ഇരയാവുകയോ? അത് ഭഗവാന്റെ നാട്യമാണ് സഹസ്രമുഖ. ദശമുഖ രാവണനെ വധിച്ചത് ശ്രീരാമനെങ്കിൽ സഹസ്രമുഖ രാവണനായ നിന്നെ വധിക്കുന്നത് ഈ നാമാണ്. സർവസിദ്ധികളും ജന്മന സ്വായത്തമാക്കിയ നാം കേവലം ഒരു അബലയായ നാരിയുടെ ജൽപ്പനത്തിന് മുന്നിൽ ഭയക്കുകയോ? നീ പറയുന്ന ബ്രഹ്മനും ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും ഈ സഹസ്രമുഖ രാവണന്റെ മുന്നിൽ പഞ്ചപുച്ഛ പടക്കി ഓച്ചാനിച്ച് നിൽക്കും. അതാണ് കീഴടക്കം. സീത, വീരശൂരനായ നിന്റെ പതിയുടെയും വാനര സൈന്യത്തിന്റെയും ദുർഗതി നീ കണ്ടതല്ലേ? എന്നിട്ടും നമ്മോട് കയർക്കുന്ന നീ ആരാണ്? ഈ ഭാഗത്തിലെ യക്ഷിയോ അതോ മന്ത്രവാദിയോ? ഇതൊന്നുമല്ല നാം. പ്രപഞ്ചത്തിലെ സർവശക്തികളും സംയോജിച്ച് ശത്രു സംഹാരത്തിനായി മൂർത്തിഭാവം കൈക്കൊണ്ട സംഹാര രൂപിണിയായ സീത. നമ്മുടെ അംശാവതാരങ്ങളായ സഹസ്രരൂപിണികൾ നിന്റെ പുഷ്കര ദ്വീപിനെ തകർത്തെറിയുന്നത് കണ്ടു നോക്ക്. നിന്റെ രാക്ഷസ പടയാളികളെ നാം ഇത് അഗ്നിക്കിരയാക്കുന്നു. നിനക്ക് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്കെന്നല്ല, പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നമ്മെ തടുക്കുവാൻ കഴിയില്ല. നിന്നെ തീർത്തു കളയില്ല. അങ്ങനെയെങ്കിൽ നിർത്തൂ നിന്റെ അധര വ്യായാമം. എടുക്കൂ നിന്റെ ആയുധം. മരിക്കുവാൻ നിനക്ക് അത്രയും കൊടുക്കുമോ? എന്നാൽ അങ്ങനെ തന്നെയാവട്ടെ. ബ്രദേഴ്സ് ആർട്സ് കിളിമാനൂർ അണിയിച്ചൊരുക്കുന്ന പുതുപുത്തൻ കലോപകാരം സഹസ്രമുഖ രാവണൻ. സഹസ്രമുഖ രാവണൻ. സഹസ്രമുഖ രാവണൻ ലൈവ് പ്രോഗ്രാം.